ജാക്സൺ യുഗത്തിയ. നമ്മൾ മൂന്നാറിലെ ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് യൂബർ ടാക്സി വിളിക്കാൻ പറ്റാതെ അവർ ലൈക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ പോസ്റ്റൊന്നും കാണാനില്ല, അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരള സർക്കാരിന് ഒരു ചെറിയ നാണക്കേട് അതിലുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ തമാശ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഹോം ടൗൺ അല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴുള്ള നമ്മുടെ ഒരു വലിയ ടെൻഷനാണ് നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത്. കാരണം ഈ ആൾക്കാരെ നമുക്കറിയില്ല, ഈ സ്ഥലങ്ങൾ നമുക്കറിയില്ല. പിന്നെ ഇവരെ റേറ്റുകളൊക്കെ പറയുന്നത് പലപ്പോഴും 2 ഇരട്ടി 3 ഇരട്ടിക്ക് റേറ്റ് പറയും. പ്രത്യേകിച്ച് ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുകയാണ്. ഇപ്പം എൻ്റെ ഓഫീസ് MG റോഡിലാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഓട്ടോറിക്ഷ വിളിക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക് വരാൻ ഇഷ്ടമല്ല. വലിയൊരു തമാശയാണ് കേട്ടോ. ഓട്ടോറിക്ഷക്കാർക്ക് വരാൻ ഇഷ്ടമല്ല. അവരവിടെ ചെന്നാൽ പറയും, നിങ്ങൾക്ക് ഇത് അവിടേക്കല്ല, നിങ്ങൾക്ക് ഓട്ടോറിക്ഷ വിളിക്കേണ്ട കാര്യം നടന്നു പോയാൽ പോലെ എന്ന് പറയും. എന്നാൽ നമ്മളൊരു റിട്ടേൺ ഓട്ടോറിക്ഷ വിളിച്ചാൽ ഇവർ അലമ്പുണ്ടാക്കാൻ വരും. ഇവരുടെ അടുത്ത് പോയി അനുവാദം മേടിച്ചിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വേറൊരു റിട്ടേൺ ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ നമ്മൾ യൂബർ ബുക്ക് ചെയ്താൽ യൂബർ എന്നൊരു പ്രശ്നം ഉണ്ടാക്കും. പ്രശ്നം ഇവരുടെ തീരണമെങ്കിൽ MG റോഡിലേക്കാണെന്നൊക്കെ നമ്മൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം. നമ്മൾ ജനാധിപത്യ രാജ്യത്താണ്, സ്വാതന്ത്ര്യമുണ്ട് സഞ്ചരിക്കാനൊക്കെ വിശ്വാസമുള്ള ഒരു രാജ്യത്താണ്. പക്ഷേ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ, കാരണം തൃശ്ശൂർ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി 2 രൂപ കമ്മീഷണർക്ക് കപ്പം കൊടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഒരു ഓട്ടോറിക്ഷ വിളിക്കണേ. അങ്ങനെ പ്രീപെയ്ഡ് ഓട്ടോയ്ക്ക് മുഴുവൻ 2 രൂപ നമ്മൾ കൊടുത്താൽ മാത്രമാണ് പ്രീപെയ്ഡ് ഓട്ടോ വിളിക്കാൻ പറ്റുള്ളൂ. ഈ പ്രീപെയ്ഡ് ഓട്ടോ വിളിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളെപ്പോഴും ഈ ക്വാളിറ്റീസിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്, 2 രൂപയിലല്ല. മേടിച്ചു കഴിഞ്ഞാലും നമ്മുടെ എക്സാക്ട് ലൊക്കേഷനിലേക്കൊന്നും ഇവർക്ക് എന്ത് ചെയ്യില്ല, മാപ്പിംഗ് ഇല്ലല്ലോ. നമ്മൾ എന്താ പറയുക, ഇപ്പോൾ യൂബറോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പുകളിൽ നമ്മളുടെ എക്സാക്ട് ലൊക്കേഷനിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യാണ്. ഇവിടെ അങ്ങനെയല്ല, മാപ്പിംഗ് അല്ല. നമ്മൾ പറയാണ് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇവരൊരു സാധനം അടിച്ചു തരും. ഈ ഓട്ടോറിക്ഷക്കാർ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് പറയും, നിങ്ങൾക്ക് അവിടെയാണ് അടിച്ചിരിക്കുന്നത്, ഇവിടം വരെയൊന്നുമില്ല, ഇവിടെയാണ് അടിച്ചിരിക്കുന്നത്, അവിടം വരെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർ കഥ പറയും. ഈ വരണേനിടയിൽ ഇവർ വെറുതെ കിടന്ന് പ്രാവിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്കൊക്കെ കുടുംബമുള്ളതാണ്, നിങ്ങൾ ഇതേപോലുള്ള ആൾക്കാർ ഇവിടേക്ക് ഞാനൊരു 2 മണിക്കൂറായി തള്ളണു, രാത്രി മുഴുവൻ ഞാൻ തള്ളിയതാണ്, ഇത്ര നേരം തള്ളിയിട്ട് എനിക്ക് ഈ MG റോഡിലേക്കാണ്, നിങ്ങൾക്ക് നടന്നു പോയാൽ പോരെ. ഇതിങ്ങനെ ചെവിയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ അതായത് ഇവരെ നശിപ്പിച്ചു എന്ന രീതിയിലാണ്. എന്നാൽ നമ്മൾ റിട്ടേൺ ഓട്ടോറിക്ഷ പോകുന്നത് വിളിക്കാൻ നോക്കിയാലോ, അല്ലെങ്കിൽ യൂബറോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ആപ്പ് വെച്ച് നമ്മൾ വിളിക്കാൻ നോക്കിയാലോ, ഗുണ്ടായുസം കാണിക്കാൻ വരുന്നത് ഇതേ പാവപ്പെട്ട മനുഷ്യരാണ്. ഇവിടെയാണ് ഈ പറയുന്ന ഇരട്ടത്താപ്പ് വരുന്നത്. അപ്പൊ ഇവരെന്താ വെച്ചാൽ ഇവർക്ക് സംഘബലമുണ്ട്. അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരൻ ഒറ്റപ്പെട്ട യാത്രക്കാരനാണല്ലോ, അയാൾക്ക് സംഘബലമൊന്നുമില്ല. ഓട്ടോറിക്ഷക്കാരന് സംഘബലമുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും, അയാളെ ബലം കാണിക്കാൻ പറ്റുന്ന അവസരമായതുകൊണ്ട് അത് ഉപയോഗിക്കും. അങ്ങനെ